ഹജ്ജ് ചെയ്യണമെന്ന് കൽപ്പിക്കുമ്പോ അവിടുന്ന് കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യുന്ന, ഹജ്ജ് കർമ്മം ചെയ്യുന്ന, അങ്ങനെ ധാരാളം പ്രതിഫലങ്ങൾ കാക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു മുസ്ലിമായി എന്നതില് എന്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് പറയുവാൻ ഇതുവരെ ഒരു മുസ്ലിമിനും സാധ്യമായിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമായി എന്നുള്ളൊരു പേര് കാരണം, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് വേണ്ടില്ലായിരുന്നു, മുസ്ലിം ആവേണ്ടിയില്ലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് യഥാർത്ഥ വിശ്വാസികളുടെ നാവുകൾ ചലിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സ്വഹാബി വര്യൻ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇസ്ലാമിന്റെ ആശയങ്ങളും ഇസ്ലാമിന്റെ ആ ഒരു ധാരണകളും ഒന്നും മനസ്സിലാക്കാത്ത ആ ഒരു കാലഘട്ടത്തിൽ എന്നാൽ പ്രവാചകനോട് അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്ന ഹക്കീം ഇബ്നു ഹിസാം ഒരിക്കൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പ്രവാചകന് ഒരു മുന്തിയ ഇനം വസ്ത്രം സമ്മാനമായി കൂടെ നൽകുകയാണ്. യമനിലെ രാജാക്കന്മാർക്ക് ധരിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ ധരിക്കുന്ന നല്ല വർണ്ണമുള്ള, നല്ല നിറങ്ങളുള്ള ഒരു വസ്ത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷത്തോടെ കൂടി സമ്മാനമായി കൊണ്ട് നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമ്മാനം സ്വീകരിക്കുകയും ഹക്കീം ഇബ്നു ഹിസാം പോയി കഴിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്റെ കഴുത്തിലൂടെ അണിയുകയും ചെയ്യുകയാണ്. സ്വഹാബികളായ ആളുകളൊക്കെ വല്ലാത്ത സുഖി, എന്നൊരു ഭംഗിയാണ് ആ ഒരു വസ്ത്രത്തിന്. കുറച്ചു കഴിഞ്ഞപ്പോ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ, ആ ഒരു വസ്ത്രം എനിക്ക് തരുമോ, ആ ഒരു വസ്ത്രം എനിക്ക് തരുമോ പ്രവാചകരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ചോദിച്ച ആ ഒരു വ്യക്തിക്ക്, ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ആ ഒരു സമയത്ത് തന്റെ വസ്ത്രം ഊരിക്കൊടുക്കുകയാണ്. ഈ ഒരു വസ്ത്രവുമായി കൊണ്ട് ഹക്കീം ഇബ്നു ഹിസാം എന്നുള്ള ആ ഒരു പ്രമാണി നൽകിയ വസ്ത്രവുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു വസ്ത്രവുമായി കൊണ്ട് ഒരിക്കൽ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടക്കുകയാണ്. ഇത് കണ്ടപ്പോ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. ഞാൻ പ്രവാചകന് കൊടുത്തിട്ടുള്ള ആ ഒരു വസ്ത്രം എങ്ങനെയാണ് ഈ അടിമയായ ഉസാമത്ത് ഇബ്നു സയ്യിദിനെ കിട്ടുക എന്നുള്ള ആ ഒരു കാര്യം കാരണം അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. അദ്ദേഹം ദേഷ്യത്തോടു കൂടി ഉസാമത്ത് ഇബ്നു സയ്യിദിന്റെ അടുക്കിലേക്ക് കടന്നു വരികയും നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയും ചെയ്യുകയാണ്. യമനിലെ രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന ഈ വസ്ത്രം നിനക്ക് ധരിക്കുവാൻ എന്ത് അർഹതയാണ് എന്നുള്ളത്, എന്ത് പ്രതാപമാണ് നിനക്കുള്ളത് എന്ന് അഹങ്കാരത്തോടു കൂടി ഹക്കീം ഇബ്നു ഹിസാം അവിടുന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് താഴ്മയോടുകൂടി, അതേ, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് പ്രതാപമുണ്ട്, എന്റെ ഉപ്പക്കും എന്റെ ഉമ്മക്കും എന്റെ കുടുംബത്തിനും പ്രതാപമുണ്ട്, പരിശുദ്ധ മതമായിട്ടുള്ള ഇസ്ലാമിലാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രതാപവാനാണ് എന്നുള്ള രീതിയിൽ മഹാനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, മുസ്ലിമായതിൽ പ്രതാപം കൊള്ളേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിന് കാരണം മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാര്യങ്ങളായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു മുസ്ലിം സമൂഹത്തെ ഉണ്ടാക്കുന്നതിൽ, ഈ ഒരു മുസ്ലിം സമൂഹം നിലനിൽക്കുന്നതിൽ, ഈ ഒരു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി തന്റെ കിടപ്പറയിലേക്ക് കയറിക്കൊള്ളുന്നതിന് ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ആ ഒരു പ്രവർത്തനങ്ങൾക്കെല്ലാം മാതൃകയായിട്ടുള്ള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതാണ്. ഈ ലോകത്തേക്ക് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരെ അയക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള
ആ ഒരു കലിമത്തുൽ തൗഹീദിന്റെ വചനം മാത്രമാണ്. ഓരോ പ്രവാചകന്മാരും ഓരോ നാടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ പ്രബോധനം ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ കളിയാക്കുകയും അവരെ ആട്ടിയോടിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനമായി കൊണ്ട് കടന്നു വന്ന നമ്മുടെയൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിലടക്കമുള്ള ആളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഇതേ അവസ്ഥകൾ തന്നെയായിരുന്നു എന്ന് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ മനസ്സിലാക്കി വന്ന കാര്യങ്ങളാണ്. ത്വായിഫിലേക്ക് തന്റെ കുടുംബത്തിന്റെ അടുത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി കടന്നു വരുന്ന മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിട്ടുണ്ടാവുക തന്റെ ത്വായിഫിലുള്ള ആളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, തന്റെ കുടുംബക്കാരായിട്ടുള്ള ആളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെല്ലാം എന്റെ വാക്കുകൾ കേൾക്കുമെന്നുള്ള ആഗ്രഹം ചിലപ്പോൾ പ്രവാചകൻ ഉണ്ടായേക്കാം. പക്ഷേ എതിരെയായിക്കൊണ്ട് അവിടെയുള്ള ചെറിയ കുട്ടികളുടെ അടുത്ത് വരെ കല്ലുകൾ കൊടുത്തുകൊണ്ടതാ മുഹമ്മദ് വന്നിരിക്കുന്നു, മുഹമ്മദിനെ എറിഞ്ഞുകൊള്ളുക എന്നുള്ള രീതിയിലേക്ക് അവസാനം ആ ഏറും കിട്ടിക്കൊണ്ട് ചോരയേൽപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ക്ഷമയോടുകൂടി കടന്നു പോകുന്ന മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊക്കെ ഒരു മാതൃകയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കാര്യത്തിൽ നമ്മൾ ഇന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, കുടുംബകാര്യത്തിലാവട്ടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലാവട്ടെ, അതിലെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടാണ് നിയോഗിതനായിട്ടുള്ളത് എന്നുള്ളത്. മക്ക എന്നുള്ള ഒരു നാട് കള്ളിനും പെണ്ണിനും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന നാട്ടുകാർ, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് ദുശ്ശകുനമാണ്, എന്റെ ജീവിതത്തിൽ വല്ലാത്ത മോശത്തരം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ജീവനോടെ കുഴിച്ചിട്ടിരുന്ന പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന നാട്. കച്ചവടത്തിലും മറ്റുമായി കൊണ്ട് കൃത്രിമത്വം കാണിച്ചിരുന്ന, അളവിലും തൂക്കത്തിലും വ്യത്യാസങ്ങൾ കാണിച്ചിരുന്ന നാട്ടിലേക്ക് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുകയാണ്. അതുവരെ അന്നാട്ടിലെ ആളുകൾ അൽ അമീൻ എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു നാവ് കൊണ്ട് തന്നെ മുഹമ്മദ് കള്ളനാണ്, മുഹമ്മദ് വ്യാജനാണ്, മുഹമ്മദിന്റെ വാക്കുകൾ കേൾക്കുവാൻ പാടുള്ളതല്ല എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ ആളുകൾ, ഖുറൈശികളായിട്ടുള്ള ആളുകളെ, മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അവിടുന്ന് വിളിക്കുകയാണ്. അൽ അമീൻ എന്നുള്ള ചാർത്തപ്പെട്ടിട്ടുള്ള പേരുണ്ടല്ലോ, ആ ഒരു പേര് തന്റെ വഫാത്ത് വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു പ്രബോധനം ആരംഭിക്കുകയാണ്. നീണ്ട 10-13 വർഷക്കാലം മക്കയിൽ നിന്ന് അദ്ദേഹം പ്രബോധനം ആരംഭിച്ചു. തുടക്കം മുതലേ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവസാനം ഓരോ പ്രാവശ്യവും ഹജ്ജിന് വരുന്ന ആളുകളുടെ അടുത്തേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെല്ലും. ആരുണ്ട് എന്നെ സഹായിക്കുവാൻ, ആരുണ്ട് എന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ എന്നുള്ള കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഹജ്ജിന്റെ വേളയിലും അവിടേക്ക് കടന്നു ചെല്ലുന്ന ഓരോ ആളുടെ അടുത്തേക്കും പോയിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു സമയത്താണ്, നീണ്ട 10 വർഷക്കാലത്തിനിടക്കുള്ള ആ ഒരു സമയത്താണ് മദീനയിൽ നിന്ന് അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മദീനയിലെ ഏറ്റവും വലിയ വർത്തക പ്രമാണിയായിരുന്ന അസ്അദ് ഇബ്നു സുറാറ, ഒരുപക്ഷെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു സ്വഹാബിയായിരിക്കും അസ്അദ് ഇബ്നു സുറാറ. ധാരാളം സ്വഹാബിമാരെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷെ അസ്അദ് ഇബ്നു സുറാറ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേകത ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ആ ഒരു സമയത്ത് മക്കയിലെ ഒരു വർത്തക പ്രമാണിയായിരുന്ന അസ്അദ് ഇബ്നു സുറാറ പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഹജ്ജിന് വേണ്ടി കടന്നു വന്ന ആ ഒരു സമയത്ത് ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഒരു മുഹമ്മദ് എന്നൊരുത്തന് പുതിയ മതവുമായി കൊണ്ട് കടന്നു വന്നിട്ടുണ്ട്, അവന്റെ വാക്കുകളൊന്നും കേൾക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവർ നാളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അസ്അദ് ഇബ്നു സുറാറയ്ക്ക് വല്ലാത്ത ആഗ്രഹം, എന്നാലും എന്തായിരിക്കും മുഹമ്മദ് എന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി, ആ ഒരു കാര്യം ഗ്രഹിക്കുവാൻ വേണ്ടി പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്. പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ ഒരു ദൗത്യവുമായി കൊണ്ട് തന്റെ 18ാമത്തെ വയസ്സിൽ അസ്അദ് ഇബ്നു സുറാറ എന്ന വർത്തക പ്രമാണി മദീനയിലേക്ക് വീണ്ടും കടന്നു ചെല്ലുകയാണ്. അവിടെയുള്ള ആളുകളിലേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ പിന്നീട് അഖബ ഉടമ്പടി ഉണ്ടായി.
മദീനയിൽ നിന്നുള്ള ആളുകളുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിലേക്ക് കടന്നു വരികയും അഥവാ ഉടമ്പടി അവിടെ നിലനിൽക്കുകയും ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, 12 നഖീബുമാരായിക്കൊണ്ട് 12 ഗോത്രത്തിന്റെ തലവന്മാരുമായിക്കൊണ്ട് കടന്നു വന്ന അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്നില്ല പ്രവാചകരെ, അതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ ഒരു പണ്ഡിതനെയും കൂടി എനിക്ക് അയച്ചു തരണം പ്രവാചകരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്അദ് ബിൻ സുറാറക്ക് കൂട്ടിനായിക്കൊണ്ട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അയക്കുകയാണ്. ആ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു മദീനയിൽ ഒന്നടങ്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലത്തിന് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഓരോ വീട്ടിലെ ആളുകളും എന്റെ വീട്ടിലേക്ക് പ്രവാചകൻ വന്നിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്ന, പ്രവാചകൻ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന, പ്രവാചകൻ എന്നോടൊപ്പമായിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്ന മദീനയിലെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാക്കുവാൻ കാരണം കേവലം 25-കാരനായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു എന്നുള്ളത് ഇസ്ലാമിൽ അദ്ദേഹം പഠിച്ചെടുത്ത ആശയങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഊർജ്ജം നൽകി എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത്ര വർഷക്കാലം നമ്മൾ ജീവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ വ്യക്തിക്കും നൽകിയിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസികളായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക. ഈ ഒരു സമയം വരേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഏത് കാര്യമാണ് ഞാൻ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതം മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ഉദാഹരണമായി കൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമുദായത്തിന്റെ നേതാവ് കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ മതപ്രബോധനം മാത്രമായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇസ്ലാമിക കാലഘട്ടം കടന്നു വന്നിട്ടുള്ള ആ ഒരു സമയത്ത് അക്കരെയുള്ള പല ആളുകളും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉമയ്യ ഇബ്നു ഖലഫ് എന്ന ക്രൂരനായിക്കൊണ്ടുള്ള യജമാനന്റെ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ബിലാൽ ഇബ്നു റബാഹ് തന്റെ ഉറ്റ കൂട്ടുകാരൻ ഖബ്ബാബ് പ്രവാചകൻ മുഹമ്മദിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, പ്രവാചകൻ മുഹമ്മദിനെ കണ്ടിട്ടുണ്ട്, പ്രവാചകൻ മുഹമ്മദിന്റെ പുതിയ മതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് രഹസ്യപരമായി കൊണ്ട് അറിഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ആ ഒരു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തന്റെ ഉറ്റ കൂട്ടുകാരൻ ഖബ്ബാബിന്റെ കൂടെ തന്റെ യജമാനായിക്കൊണ്ടുള്ള ഉമയ്യത്ത് അറിയാതെ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കി പരിശുദ്ധ മതമായ ഇസ്ലാം എല്ലാ കാലത്തും നിലനിൽക്കുമെന്നും അതാണ് സത്യമെന്നും പ്രവാചകൻ സത്യമാണ് എന്നും പ്രവാചകൻ അല്ലാഹുവിന്റെ ദൂതനാണെന്നും മനസ്സിലാക്കിയ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രഹസ്യമാക്കി വെച്ച കാര്യം പരസ്യമായി. അങ്ങാടികളെല്ലാം പാട്ടായി. ഉമയ്യത്തിന്റെ മുമ്പിലേക്ക് മറ്റുള്ള ഗോത്രത്തിന്റെ തലവന്മാർ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഉമയ്യത്തെ, നിന്റെ കേവലം അടിമ ബിലാൽ മുസ്ലിം ആയിട്ടുണ്ടല്ലോ, നിന്റെ അടിമ ബിലാൽ മുസ്ലിം ആയിട്ടുണ്ടല്ലോ ഉമയ്യത്തെ എന്ന് ഒരു കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ദേഷ്യം കൊണ്ട് കലി പൂണ്ട ഉമയ്യത്ത് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള, പരിശുദ്ധ മതമായിക്കൊണ്ടുള്ള ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്റെ അടിമയായ ബിലാലിനെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയനാക്കുകയാണ്. ചുട്ടുപഴുത്ത മണലിലൂടെ തന്റെ വസ്ത്രങ്ങളെല്ലാം വലിച്ചിഴച്ചുകൊണ്ട്, ആ ഒരു വസ്ത്രങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു മണലിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോവുക, തന്റെ ശരീരത്തിൽ നെഞ്ചിന്മേൽ വലിയ വലിയ പാറക്കല്ലുകൾ കയറ്റി വെക്കുക, കുട്ടികളെടുത്ത് കല്ലുകൾ കൊടുത്തുകൊണ്ട് ബിലാലിനെ എറിയുവാൻ വേണ്ടി കൽപ്പിക്കുക എന്നുള്ള ആ ഒരു സമയം, ആ ഒരു സന്ദർഭം കടന്നു വരുമ്പോഴും അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്നുള്ള യഥാർത്ഥ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ധാരാളം സ്വഹാബിമാരും അമ്മാർ റളിയല്ലാഹു അൻഹും മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹും തുടങ്ങിയിട്ടുള്ള ധാരാളം സ്വഹാബിമാരായിട്ടുള്ള ആളുകൾ പരിശുദ്ധ മതമായിക്കൊള്ള ഇസ്ലാം സ്വീകരിച്ചത് കാരണം വല്ലാതെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അവർക്ക് ആശ്വസിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തിലുള്ള, തന്റെ സമുദായത്തിലുള്ള ആളുകൾക്ക് ആശ്വാസവുമായിക്കൊണ്ട് നിങ്ങൾ ക്ഷമിച്ചു കൊള്ളുക, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സുന്ദരമായിക്കൊണ്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞത്. മുസ്ലിം സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം
സമത്വവും സഹകരണവും ക്ഷമയും കാണിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമത്വത്തിന്റെയും നീതിയുടെയും ഒരു സന്ദേശമായിരുന്നു പരിശുദ്ധ മതമായ ഇസ്ലാം. അതിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ മതമായ ഇസ്ലാമിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല. പരിശുദ്ധ മതമായ ഇസ്ലാമിൽ കറുത്തവനെന്നോ അവൻ വെളുത്തവനാണ്, അവൻ കറുത്തവനാണ്, അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ പാടുള്ളതല്ല എന്നുള്ള യാതൊരു നിയമങ്ങളും പരിശുദ്ധ മതമായിട്ടുള്ള ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തമാശക്ക് അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കറുത്ത പുത്ര എന്ന് വിളിക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരപ്രകൃതി അങ്ങനെയായിരുന്നു, കറുത്തിട്ടായിരുന്നു. ആ ഒരു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഒരു വ്യക്തി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കറുത്ത പുത്ര എന്ന് തമാശക്ക് വിളിക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു വാക്ക് കേട്ടുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സങ്കടം കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട്, പ്രവാചകരെ, ഇതാ ഇന്ന് അബൂദർ ഇങ്ങനെ കറുത്ത പുത്ര എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രവാചകരെ എന്നെ കറുത്ത പുത്ര എന്ന് വിളിച്ചിട്ടുണ്ട് പ്രവാചകൻ, എനിക്ക് വല്ലാത്ത സങ്കടമായി പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുകയാണ്. ജഹാലിയത്തിന്റെ കറകൾ ഇപ്പോഴും നിനക്ക് മാറ്റിക്കളയുവാൻ ആയിട്ടില്ല അബൂദർ എന്ന് ശക്തമായ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉപദേശിക്കുകയാണ്. ആ ഒരു തെറ്റിന്റെ അല്ലെങ്കിൽ താൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം, അതിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോ തമാശക്കായിരുന്നിട്ട് പോലും അബൂദർ റളിയല്ലാഹു അൻഹു തന്റെ പശ്ചാത്താപം എന്നോണം മണലിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് തന്റെ പിരടിയിൽ ചവിട്ടുവാൻ വേണ്ടി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അതേ ബിലാൽ തന്നെ പെണ്ണ് കാണാൻ പോകുന്ന ഒരു സംഭവമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. എനിക്കൊക്കെ ആര് പെണ്ണ് തരാനാണ് പ്രവാചകര്, എനിക്കൊക്കെ ആര് പെണ്ണ് തരാനാണ് പ്രവാചകര് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൊരു വീട് കാണിച്ചു കൊടുക്കുകയാണ്, അഡ്രസ് കൊടുക്കുകയാണ്. ഇവിടെ പോയി കണ്ടാൽ മതി, അവിടെ പോയി സംസാരിച്ചാൽ മതി. ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഒരു വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്രസ് തേടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്, പെണ്ണന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെന്ന് സലാം പറഞ്ഞു. ആ ഒരു പെണ്ണിന്റെ വാപ്പയുമായി കൊണ്ട് വിവാഹ അന്വേഷണം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുന്ന് സംസാരിക്കുകയാണ്. പക്ഷെ പെണ്ണിന്റെ വാപ്പാക്ക് ഒരു വിസമ്മതം. അടിമയായിരുന്ന ബിലാലിന് എന്റെ മകളെ കൊടുക്കുകയും, പക്ഷെ ഈ ഒരു സംസാരമെല്ലാം കേട്ടിരുന്ന, വീടിന്റെ ഉള്ളിൽ നിന്ന് കേട്ടിരുന്ന തന്റെ മകൾ, സുന്ദരിയായിട്ടുള്ള മകൾ അവിടുന്ന് പറയുന്നുണ്ട്, വാപ്പ, ഇത് പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഹൃദയ വിശാലമുള്ള ബിലാലിനെ കല്യാണം കഴിക്കുവാൻ, വിവാഹം കഴിക്കുവാൻ ഞാൻ സമ്മതമാണ് വാപ്പ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കേൾക്കെ ആ ഒരു യുവതി, സുന്ദരിയായിട്ടുള്ള യുവതി സംസാരിച്ചു എന്നും നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നതാണ്. നോക്കണം സഹോദരനായ, പരിശുദ്ധ മതമായിട്ടുള്ള ഇസ്ലാമിൽ അതിന്റെ വിശാലതയും അതിന്റെ സ്നേഹാദരവും സാഹോദര്യവും എല്ലാം എത്രത്തോളമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിക്കൊണ്ട് ജീവിച്ചു എന്നുള്ളതും നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അയൽക്കാരുടെ ഏറ്റവും നല്ല രീതിയിൽ ബന്ധം പുലർത്തുവാൻ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നീ നിന്റെ കറിയിൽ വെള്ളം ചേർക്കുക, എന്നിട്ട് നിന്റെ അയൽവാസിയെ പരിഗണിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ സ്വഹാബി പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളുടെ കാര്യത്തിൽ എന്നിങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അടുത്ത എന്റെ അനന്തരാവകാശി എന്റെ അയൽവാസി ആയി തീരുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ദരിദ്രർക്ക് സംഭാവനകളും അതുപോലെ തന്നെ സ്നേഹവും നൽകിയ ഒരു ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആപത്ത് ബാധിച്ച ഒരു ജനത പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി, എന്തോ വലിയൊരു വിപത്ത് ബാധിച്ച ജനതയാണ്. കാരണം അവർക്ക് വസ്ത്രങ്ങളില്ല, അവർക്ക് ചെരുപ്പുകളില്ല, അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട്, അനുയായികളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം കടന്നു വന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം പ്രവാചകരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ആ ഒരു ജനതയുടെ ആ ഒരു അവസ്ഥ കണ്ട് മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്ന് തുടിക്കുകയാണ്. ളുഹറിന്റെ സമയമായ ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും ബിലാലിനോട് ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്ത് നമസ്കരിച്ചു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് അഭിമുഖമായി കൊണ്ട് സംസാരിച്ചു.
ദാനധർമ്മത്തിന്റെ മാഹാത്മ്യവും ദാനധർമ്മത്തിന്റെ പ്രതിഫലത്തെ കുറിച്ചുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സംസാരിക്കുകയാണ്. ആ ഒരു സംസാരം കേട്ട പാതി കേൾക്കാതെ പാതി തന്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ തന്റെ വീടുകളിലേക്ക് കടന്നു ചെന്നു. തന്നാൽ കഴിയുന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും വലിയ വലിയ ഭാണ്ഡങ്ങളുമായിക്കൊണ്ട് തന്റെ ചുമൽ ക്ഷീണിപ്പിക്കുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ ആ ഒരു ആപത്ത് ബാധിച്ച ജനതയ്ക്ക് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സ്വർണ്ണപൂരിതമായി കൊണ്ട് കടന്നു വന്നു. ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, വസ്ത്രമില്ല കൊടുക്കാനും, ഭക്ഷണമില്ല കൊടുക്കാനും പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളെങ്കിലും നീ കൊടുത്തുകൊള്ളുക എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. പാവപ്പെട്ട ആളുകളോട് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഒരു മാതൃക കാണിച്ചിരുന്ന ഒരു യഥാർത്ഥ വ്യക്തിയായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ സമൂഹത്തിലുള്ള ഒരാളും തന്നെ പട്ടിണി കിടക്കാൻ പാടുള്ളതല്ല, തന്റെ സമൂഹത്തിലുള്ള ഒരാളും തന്നെ ദരിദ്രനായിരിക്കാൻ പാടുള്ളതല്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനത്തെ പ്രസംഗം ഹജ്ജത്തുൽ വിദാ മുസ്ലിം സമൂഹത്തിനോടുള്ള ഒരു അന്തിമ ഉപദേശമായിരുന്നു. ഹജ്ജത്തുൽ വിദാഇൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ വിശ്വാസികളായി നമുക്കും കൂടെ ഉള്ളതാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. എല്ലായിടത്തും മനുഷ്യർ തമ്മിൽ ഏറ്റവും നല്ല രീതിയിൽ സമത്വവും സ്നേഹവും നിലനിൽക്കണം. മാതാപിതാക്കൾ മക്കളോട് സ്നേഹിക്കണം, മക്കള് മാതാപിതാക്കളോട് സ്നേഹിക്കണം, തന്റെ അയൽവാസിയോട് മറ്റൊരു അയൽവാസി സ്നേഹിക്കണം, തന്റെ സഹോദരനോട് മറ്റൊരു സഹോദരൻ സ്നേഹിക്കണം, തന്റെ കൂട്ടുകാരനോട് ഏറ്റവും നല്ല രീതിയിൽ ഒരു മുസ്ലിം നല്ലൊരു ബന്ധമുള്ള ഒരു വ്യക്തിയായി തീരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്. സ്ത്രീകളെ മാന്യമായി കൊണ്ട് പരിഗണിക്കുവാനും പലിശ എന്ന മാരകമായിട്ടുള്ള വിപത്തിനെ ഒഴിവാക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവസാനമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് ഖുർആനെ നെഞ്ചിലേക്കണം എന്നുള്ളതാണ്. തന്റെ സമൂഹത്തിന് നൽകിയ ആ ഒരു ഉപദേശം, ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ആ ഒരു ഉപദേശം, തന്റെ ഖുർആനെ അവിടുത്തെ മാർഗദർശിനിയായിട്ടുള്ള ആ ഒരു ഖുർആനെ നെഞ്ചിലേക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ സഹോദരിമാരെ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനെ നെഞ്ചിലേക്കിയ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ ഖുർആനെ എത്രത്തോളം നമ്മൾ നെഞ്ചിലേക്കിയിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. പരിശുദ്ധ റമളാനിലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാൻ ഈ കടന്നു വന്നിട്ടും വിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളമാണ് എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധിക്കരിക്കുന്ന ആളുകളായിട്ടാണോ, അതല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകളായിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്നും ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം നമ്മുടെ മനസ്സിനെ സദാസമയവും അലട്ടിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചിട്ടുള്ള ഈ പരിശുദ്ധ മതമായിട്ടുള്ള ഇസ്ലാം, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ഇനി ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന എല്ലാ മുസ്ലിങ്ങൾക്കുമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സമൂഹത്തിന് മുമ്പിൽ നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ സ്വഹാബിമാരായിട്ടുള്ള ആളുകൾ അത് ഏറ്റെടുത്തു. അതിനുശേഷം താബിഈകളും എല്ലാം പ്രവാചകന്റെ വാക്കുകളും പ്രവാചകന്റെ പ്രവൃത്തികളും പ്രവാചകന്റെ അംഗീകാരങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് കണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു പ്രവാചകന്റെ ദൗത്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിശ്വാസികളായി നമ്മളും ഈ ഒരു സമയം വരെ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാക്കിക്കൊണ്ട് നമ്മെ മാറ്റുമാറാകട്ടെ. അവസാനമായിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഉത്തരം കണ്ടെത്തുക. ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ അറിഞ്ഞു എന്ന് നമ്മൾ വാദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി കൂടെ ഞാൻ മനസ്സിലാക്കി എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ സ്വയം വാദിക്കുന്നുണ്ട്. പ്രവാചകനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, എന്റെ ഉമ്മയെക്കാളും എന്റെ ഉപ്പയെക്കാളും എന്റെ സഹോദരങ്ങളെക്കാളും എന്റെ കുടുംബത്തെക്കാളും കൂടുതൽ
പ്രവാചകൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുന്ന ആളുകളാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ കൽപ്പിച്ചു തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചു നോക്കുക. ഖബർ പേടിയാണെന്ന് പറയാറുണ്ട്, ഖബറിൽ ഇരുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷെ ആ ഒരു ഖബറിൽ വെളിച്ചമേകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ മുതൽക്കൂട്ടായി കൊണ്ട് ഉണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് അതിയായിക്കൊണ്ടുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ആ ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. നരകത്തിലേക്ക് പ്രവേശിക്കാൻ ഭയമാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്തെങ്കിലും പിടിവള്ളികൾ നമ്മുടെ കൈകളിൽ ഉണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് വിശ്വാസികളായ മുസ്ലിങ്ങളായ സഹോദരി സഹോദരന്മാരെ, മുസ്ലിമായതിൽ അഭിമാനിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ മതമാണ്, ആ ഒരു മതത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടി, ആ ഒരു സന്തോഷവാർത്തയോടുകൂടി നമ്മൾ ജീവിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സദാസമയവും നമ്മുടെ മരണം വരെ കൊണ്ടു നടക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായി കൊണ്ട് തെറ്റുകുറ്റങ്ങൾ നാഥാ നീ പുറത്തു നിന്ന് മാപ്പാക്കി തരുമാറാകണം. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ധാരാളം ആളുകൾ റബ്ബേ, ഞങ്ങൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ആളുകളായിട്ട് റബ്ബേ, അവരിലൊക്കെ ഇന്ന് ഖബറിനുള്ളിലാണ് റബ്ബേ. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണേ റബ്ബേ. അല്ലാഹുവേ, മാറാ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് റബ്ബേ. ഒന്ന് എണീക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, സഹോദരി സഹോദരന്മാർ റബ്ബേ, അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശുദ്ധിയാക്കി നൽകണേ റഹ്മാനെ. ഭാരിച്ച കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടുവാനുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.